Super Brothers. ദ സൂപ്പർ ബ്രദേഴ്സ് ഭാഗം 2 നിഗൂഢമായ ഭൂതകാലം. തട്ടിൻപുറത്തെ ആ വെളിച്ചം മാഞ്ഞെങ്കിലും വിജയിയുടെ വിജാച്ചിൽ നിന്ന് ഒരു നീലനിറത്തിലുള്ള ഹോലോഗ്രാം തെളിഞ്ഞുവന്നു. അത് ആ പെട്ടിയുടെ ചരിത്രമായിരുന്നു. വിജയ് തന്റെ എഡിറ്റിംഗ് സ്കിൽസ് ഉപയോഗിച്ച് ആ ദൃശ്യങ്ങൾ പ്ലേ ചെയ്തു. ഫ്ലാഷ് ബാക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആകാശത്തുനിന്ന് ഒരു നക്ഷത്രം തൃശൂരിലെ ഒരു കാട്ടിൽ വന്നു പതിച്ചു. അത് വെറുമൊരു നക്ഷത്രമായിരുന്നില്ല, അന്യഗ്രഹത്തിൽ നിന്നുള്ള ഒരു എനർജി കോർ ആയിരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാനും തിന്മകളെ തടയാനും കഴിവുള്ള ഈ ശക്തി വിജയുടെയും അജയുടെയും പൂർവികർ ഒരു സ്വർണ്ണപ്പെട്ടിക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു. തലമുറകളായി കൈമാറി വന്ന ഈ പെട്ടി കാലക്രമേണ എല്ലാവരും മറന്നുപോയി. ഒടുവിൽ അത് വിജയിയുടെ അച്ഛൻ ജാക്കിന്റെ തട്ടിൻപുറത്ത് വന്നുചേർന്നു. ഈ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ ശുദ്ധമായ മനസ്സുള്ള 2 സഹോദരങ്ങൾ ഒന്നിക്കണമായിരുന്നു. അജയ്, ഇത് നമ്മുടെ കുടുംബത്തിന്റെ രഹസ്യമായിരുന്നു. എനിക്ക് കിട്ടിയ ഈ വേഗത അതും ഇതിന്റെ ഭാഗമാണല്ലേ. നോക്കിക്കോ വിജയ് ചേട്ടാ, ഇനി ആര് വന്നാലും ഞാൻ മിന്നൽ പോലെ അവരെ തോൽപ്പിക്കും. പെട്ടെന്ന് ജനലിന് പുറത്ത് ഒരു വലിയ ശബ്ദം കേട്ടു. ആ റോബോട്ട് പക്ഷി അവരുടെ വീടിനു മുകളിൽ വട്ടമിട്ടു പറക്കുന്നു. അത് താഴേക്ക് ഒരു ചെറിയ സ്കാനർ വിട്ടു. അജയ്, തയ്യാറായിക്കോ? ആരൊക്കെയോ നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഈ ശക്തി ഉപയോഗിക്കാൻ സമയമായി. മക്കളെ, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയാണ്? താഴേക്ക് വരൂ. വിജയും അജയും തങ്ങളുടെ ശക്തികൾ ഒളിപ്പിച്ചുവെച്ച് താഴേക്ക് ഓട്ടി. പക്ഷേ ആ റോബോട്ട് പക്ഷിയുടെ കണ്ണുകൾ വിജയിയുടെ വാച്ചിലായിരുന്നു. ശത്രുക്കൾ വളരെ അടുത്തുണ്ട്. സൂപ്പർ ബ്രദേഴ്സിന്റെ സാഹസികത തുടരുന്നു. തട്ടിൻപുറം തുറന്നു മിന്നി നീല വെളിച്ചം. പഴയ പെട്ടിക്കുള്ളിൽ പൂർവികരുടെ രഹസ്യം. വിജയ് വാച്ചിൽ ഡിജിറ്റൽ ലോകം, അജയ് മിന്നൽ വേഗം. ഇനി ഞങ്ങൾ തൃശൂരിൻ സൂപ്പർ ബ്രദേഴ്സ്. ആകാശത്തൊരു നിഴൽ റോബോട്ട് പക്ഷി നോക്കി നമ്മുടെ ശക്തി ഇനി ഈ നാടിൻ കാവൽ. സൂപ്പർ ബ്രദേഴ്സ്.